അങ്കണവാടി നിയമനവുമായി ബന്ധപ്പെട്ട് LDF നേതൃത്വത്തിൽ ദേവികുളങ്ങരയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. കോൺഗ്രസും BJPയും ചേർന്ന് കള്ളപ്രചരണം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് യോഗം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിക്കും പ്രസിഡന്റിനും എതിരെ നടത്തുന്ന പ്രചരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി നിയമനവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ ബോർഡിൽ CPMന്റെ 3 പ്രതിനിധികളും BJPയുടെയും കോൺഗ്രസിന്റെയും 3 പ്രതിനിധികൾ വീതവും ഉണ്ടായിരുന്നു. ബന്ധപ്പെട്ട വകുപ്പാണ് നിയമനം നടത്തുന്നത്. പഞ്ചായത്തിന് നിയമനവുമായി ഒരു ബന്ധവുമില്ല. ഇങ്ങനെയിരിക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് BJPയും കോൺഗ്രസും സ്വീകരിക്കുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി R. നാസർ വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. സാമൂഹ്യക്ഷേമ വകുപ്പ് തന്നെ മുന്നോട്ട് വയ്ക്കുന്നതാണ്. ആ മാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാറിയിട്ടിരിക്കുന്നത്. അപ്പം പൂർണ്ണമായും ശരിയായ രൂപത്തിൽ നടന്ന ഒരു നിയമനത്തെ സംബന്ധിച്ചാണ് ഈ ആക്ഷേപം. ഇതിവിടെ മാത്രമല്ല, ഇപ്പം കായംകുളം മുനിസിപ്പാലിറ്റി നടക്കുന്നില്ലേ, അവിടെ നടക്കുന്നുണ്ട്, വേറെ പലയിടത്തും നടക്കുന്നുണ്ട്. UDFും BJPയും ഏതാണ്ട് ഭ്രാന്ത് പിടിച്ച പോലെയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ കാട്ടിക്കൂടിക്കൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരാവസ്ഥകൾ നമ്മൾ കണ്ടില്ലേ? യൂത്ത് കോൺഗ്രസ്സുകാരനും യൂത്ത് ലീഗുകാരനും യുവമോർച്ചക്കാരനും എന്ന് വേണ്ട സകലരും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഇത് ഇനിയും കുറേ കൂടുതൽ വരാൻ പോകും. ഇനി കുറച്ചുകൂടെ കൂടുതലായിട്ട് വരും. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. അത് അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമാണ്, കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്, വേറൊന്നുമല്ല. അധികാരം നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അധികാരം നഷ്ടപ്പെട്ടു ഇപ്പം 10 വർഷമായിട്ട് വെളിയിൽ നിൽക്കുക. ഇനി ഒരു 5 വർഷം കൂടെ വെളിയിൽ നിൽക്കേണ്ട സ്ഥിതിയിലേക്ക് വരും എന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധവും കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് 2ാം ഊഴം അധികാരം കിട്ടി കേരളത്തിൽ. ആ അധികാരം കിട്ടിയതിൻ്റെ വലിയ വേദന അനുഭവിക്കുന്നത് ഈ BJPയും കോൺഗ്രസുമാണ്. അവരന്ന് തുടങ്ങിയതാണ് ഈ പണി. അതിപ്പോൾ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെ വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം നീങ്ങുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരികയാണ്. B. ഹരിമോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. S. ആസാദ, അഡ്വക്കേറ്റ് KH ബാബുജാൻ, അഡ്വക്കേറ്റ് A. ഷാജഹാൻ, B. അബിൻ ഷാ, അഡ്വക്കേറ്റ് AS സുനിൽ, S. പവനനാഥൻ, R. ശശിധരൻ, K. അനിൽകുമാർ, കലേഷ്, അരവിന്ദാക്ഷൻ, T. യേശുദാസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.